നമസ്കാരം. തന്റെ രാഷ്ട്രീയത്തെപ്പറ്റി തുറന്നു പറഞ്ഞ സംവിധായകൻ അഖിൽ മാരാർ തന്നെ RSSകാരനെയും BJPക്കാരനായി ചിത്രീകരിക്കുന്നതിനെതിരെ അദ്ദേഹം തുറന്നടിച്ചു. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു അഖിലിന്റെ പ്രതികരണം. തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ താൻ പറയുമെന്നും എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഭയപ്പെട്ട് ജീവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം ലൈവിലൂടെ പറഞ്ഞു. രണ്ടുപേർ തമ്മിൽ അഭിപ്രായം പറഞ്ഞാൽ അത് മതത്തിന്റെ പേരിലാക്കി മാറ്റുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ സംസാരിക്കാൻ പലർക്കും ഭയമാണ്, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഭയമാണ്. ഇപ്പൊ ചിത്രചേച്ചി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് അവരുടെ വലിയ രീതിയിൽ അവരെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ എന്റെ രാഷ്ട്രീയം, ഞാൻ കോൺഗ്രസിന്റെ വേദികളിലും പോകും, BJPയുടെ വേദികളിലും പോകും. ഇനി സമസ്തക്കാർക്ക് എന്നെ വിളിക്കണോ, നിങ്ങൾ എന്നെ വിളിച്ചോ, നിങ്ങളുടെ വേദിയിലും വരും. നിങ്ങളുടെ അജണ്ട ആയിരിക്കത്തില്ല ഞാൻ അവിടെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യ സമയത്ത് തന്നെ, അതായത് ഞാൻ ബിഗ് ബോസ് ജയിച്ച സമയത്ത് തന്നെ എന്റെ പേരിനൊപ്പം മാരാർ എന്ന് പറയുന്ന ജാതിവാൽ ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് ഞാനൊരു സവർണ ഫാസിസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് മീഡിയ വണ്ണിലെ 3 കോമാളികൾ ഒരു ചാനൽ ചർച്ച നടത്തുകയുണ്ടായി. അപ്പൊ ഈ ചാനൽ ചർച്ചയിൽ ഇവരിങ്ങനെ നിരന്തരം, അതായത് ഇവിടെ മഞ്ജു വാര്യർക്ക് വാര്യർ എന്ന പേരിടുന്നതിൽ ഇവർക്ക് ചാനലിൽ ചർച്ച ചെയ്യണ്ട, ബിജു മേനോൻ എന്ന പേരിട്ടതിൽ ഇവർക്ക് ചാനൽ ചർച്ച ചെയ്യണ്ട, മലേരി നമ്മുടെ CPMന്റെ പല നേതാക്കന്മാരും CPIയുടെ പല നേതാക്കന്മാരും അവർക്കൊപ്പം ജാതിവാലി വെച്ചപ്പോൾ ഇവർക്ക് ചർച്ച ചെയ്യണ്ട. ചർച്ച ചെയ്യുന്നവന്റെ പേര് നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന ഒരുവനാണ്. അപ്പൊ ആ തുടക്കം മുതൽ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ജിഹാദി ചാനൽ, മീഡിയ വൺ എന്ന് പറയുന്ന ഈ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ചർച്ചകളുമായി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിന്റെ 6 മാസം മുമ്പ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ജയിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ലഭിച്ച ഒരു വലിയ സ്വീകാര്യത, മലബാർ മേഖലകളിൽ ലഭിച്ച ഒരു വലിയ സ്വീകാര്യത, ഈ ഒരു ചാനലിനെ ഭയപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് ഇവർ നടത്തിയ ഒരു ചർച്ച തുടർന്ന് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇവിടെ കൃത്യമായ ഒരു മതവർഗീയത ഈ നാട്ടിലുണ്ടാവണം, മനുഷ്യൻ തമ്മിലടിച്ചു പിരിയണം എന്ന് പറയുന്നത് ഒറ്റ അജണ്ട മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു മാനസികാവസ്ഥ അവരിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നു. ഒരു 99% വരുന്ന മുസ്ലിം മതവിഭാഗത്തെ മുഴുവൻ വർഗീയവാദികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ 1% വരുന്ന ഈ വർഗീയവാദികളുടെ പ്രസ്താവനകൾ ബാക്കിയുള്ള എല്ലാവരെയും സംശയത്തിന് നിഴലിലാക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ആകെ കൺഫ്യൂഷനായി മാറുകയാണ്. അതുകൊണ്ട് ഇത്തരം വർഗീയവാദികളെ, അവർ നിരോധിക്കപ്പെട്ട പോപ്പുലർ സംഘടനയുടെ ഒരുപാട് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. സംഘടന മാത്രമേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. ഈ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ വർഗീയവാദികളും ഇന്ന് കേരളത്തിൽ അതേപടി ജീവിക്കുന്നു. അവരിൽ പലരും ഇന്ന് CPMന്റെ ഭാഗവുമാണ്. അപ്പൊ CPM ആണെന്ന് കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, മുസൽമാൻ എന്ന് പറയുന്ന നാമധേയം മാത്രം നോക്കിക്കൊണ്ട് ഇവരെ തള്ളിപ്പറയുന്ന, അല്ല ഇവരുടെ പ്രസ്താവനകൾ ഒരു സമൂഹത്തിന്റെ മുകളിലേക്ക് മുഴുവൻ കൊണ്ടുകിട്ടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നെ എല്ലാ കാലത്തും ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ള മതവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലായ്പ്പോഴും അഭിമാനത്തോടെ പറയും മുസ്ലിങ്ങളാണ്. ഞാൻ സ്വതന്ത്രമായി മത്സരിച്ച സമയത്ത് എന്റെ പ്രദേശത്തെ ഒരു മുസ്ലിം പള്ളിയാണ് എനിക്ക് മൊത്തത്തിൽ വോട്ട് ചെയ്യണം. ആ ഒരു പ്രദേശത്ത് ഞാൻ ഏറ്റവും അധികം വോട്ട് നേടി. എന്റെ വാർഡുകൾക്ക് 5 വാർഡുകൾക്ക് അപ്പുറത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു മതവിഭാഗം. ഇന്നും ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ള ഒരു വിഭാഗം. അതുകൊണ്ട് ഒരിക്കലും അവരെ വിഷമിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വത്സല മാഷിന്റെ അടുത്ത് പോയ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരിക്കലും BJPയിലേക്കോ RSSയിലേക്കോ വരാൻ കഴിയില്ല. കാര്യം ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ആശയങ്ങളുമായി ചേർന്ന്, ഞാനൊരു ദേശീയ ബോധമുള്ള ഹൈന്ദവനാണ്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെ രാജ്യത്തിന്റെ സംസ്കൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതെല്ലാം ഒരു സ്വഭാഗത്ത് വലിയ രീതിയിൽ കൊണ്ടു നടക്കുമ്പോഴും RSSകാരനായോ BJPക്കാരനായോ പ്രവർത്തിക്കുമ്പോൾ ഒരു ഇതര മതവിഭാഗത്തിന് മാനസിക വിഷമം ഉണ്ടായാൽ അതെനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതേ വത്സൻ മാഷ് എന്നോട് തിരിച്ചു പറഞ്ഞത്, അഖിൽ ഒരിക്കലും BJPയിലേക്ക് വരരുത് എന്നാണ്. അഖിലിനെ പോലൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു അങ്ങനെ തന്നെ തുടരുക എന്നാണ് സത്യത്തിൽ അദ്ദേഹം പോലും എന്നോട് പറഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനായി തന്നെ തുടരും. എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കുറെ തീവ്രവാദികൾ വന്ന് തെറിവിളിച്ചു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരിക്കലും പറയാതിരിക്കത്തില്ല. അതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഭയപ്പെട്ട് ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പലരും പറയും എനിക്കൊരു ഇടതുപക്ഷ വിരുദ്ധത കൂടുതലാണ്, എനിക്കൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൂടുതലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, പാവപ്പെട്ടവനും ജാതീയപരമായി ഇല്ലാതാക്കപ്പെടുന്നവനും ദളിതനും അടിച്ചമർത്തപ്പെടുന്നവനും നീതി നിഷേധിക്കപ്പെടുന്നവനും വേണ്ടി സംസാരിക്കുന്ന ശബ്ദത്തിന്റെ പേരാണ് കമ്മ്യൂണിസമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ, അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നീതി തേടി ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അവരെ തള്ളിപ്പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ശബ്ദമുയർത്തുന്ന കരുത്തിന്റെ പേരാണ് കമ്മ്യൂണിസമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ നാട്ടിലെ അടിച്ചമർത്തപ്പെടുന്നവനൊപ്പം തന്നെ ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കർഷകനൊപ്പവും പ്രകൃതിക്കൊപ്പവും പരിസ്ഥിതിക്കൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട്
ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പോകുന്ന ഒരു ആശയത്തിന്റെ പേരാണ് കമ്മ്യൂണിസമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇവിടെ മതങ്ങളും ജാതികളും ഇല്ലാതാകാതെ തന്നെ എല്ലാ മതത്തെയും ജാതിയെയും ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും മനുഷ്യരായി കണ്ട് എല്ലാവരെയും ഒത്തുനിർത്തി മുന്നോട്ട് പോകുന്ന മാനവികതയുടെ പേരാണ് കമ്മ്യൂണിസമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ കണ്ടിട്ടുള്ള, എനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള, ഞാൻ എന്റെ നാട്ടിൽ അവിടുത്തെ മണ്ണ് മാഫിയക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ, വയൽ നികത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അതിനെതിരെ നിന്ന ആശയത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. നാട്ടിലെ അഴിമതിക്കെതിരെ, ആർടി ഓഫീസിൽ നടക്കുന്ന അഴിമതിക്കെതിരെ, പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ, വില്ലേജ് ഓഫീസിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ഞാൻ സംസാരിച്ചപ്പോൾ അവർക്കൊപ്പം കുടപിടിച്ചു നിന്ന ആശയത്തിന്റെ പേരായിരുന്നു കമ്മ്യൂണിസം. നാട്ടിലെ സകല പണക്കാരനും വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നാറിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരായിരുന്നു കമ്മ്യൂണിസം. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകുമ്പോൾ എന്റെ രാഷ്ട്രീയം സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാകും. അപ്പൊ ആ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, കാറൽ മാർക്സ് വിഭാവനം ചെയ്യപ്പെട്ട കമ്മ്യൂണിസം ഇന്ന് കേരളത്തിലോ ലോകത്ത് ഒരിടത്തുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ലവലേശം മനസ്സിലാക്കാൻ കഴിയാതെ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ് കമ്മ്യൂണിസം എങ്കിൽ ഞാൻ നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് എല്ലാ കാലത്തും സ്നേഹവും ബഹുമാനവും ഉണ്ട്. പക്ഷേ നിലവിൽ കോൺഗ്രസിന്റെ എല്ലാ രീതികളോടും എനിക്ക് യോജിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ ഔദ്യോഗികമായി, എനിക്കിപ്പം ചേരാൻ ക്ഷണമുണ്ടെങ്കിലും ഞാൻ ചേരാത്തതിന്റെ കാരണം അതാണ്.